Hi dear students, welcome to online class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസവും ബ്ലോക്കും എന്ന ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ ആറ്റോമിക് നമ്പർ സിങ്ക് 30 വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇനി ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസവും ബ്ലോക്ക് എന്നുള്ളതാണ്. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക്, ആ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്നു എന്നും എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ടും പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളാണുള്ളത്. 4 എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, 4 ബ്ലോക്കുകൾ ചേർന്നാണ് എന്ത് പീരിയോഡിക് ടേബിൾ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് എസ് ബ്ലോക്ക് 3 to 12, ഡി ബ്ലോക്ക് 13 to 18, പി ബ്ലോക്ക് താഴെയുള്ള 2 നിരകൾ ലാന്തിനോടുകൾ, ആക്ടിനോടുകൾ എന്ന് പറയുന്ന 2 നിരകൾ എഫ് ബ്ലോക്ക്. 4 ബ്ലോക്കുകൾ ചേർന്നാണ് പീരിയോഡിക് ടേബിൾ എന്നുള്ളത് വളരെ വ്യക്തമായി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ 4 കോളം വരച്ചിട്ടുണ്ട്. മൂലകങ്ങൾ അഥവാ എലമെന്റ്സ്. ഈ എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം നോക്കിയിട്ട് അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണോ ഫില്ലായത് ആ സബ്ഷെല്ലിലാണ് ഇവിടെ എഴുതേണ്ടത്. എസ് ആണെങ്കിൽ എസ്, പി ആണെങ്കിൽ പി, ഡി ആണെങ്കിൽ ഡി, എഫ് ആണെങ്കിൽ എഫ്. ഈ 4ാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ആ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്നോ ആ ബ്ലോക്കാണ് എഴുതേണ്ടത്. അതായത് എസ്, പി, ഡി, എഫ്. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ സി എന്ന കാർബൺ ആറ്റത്തെ സൂചിപ്പിക്കുന്നു. ആറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. അതുകൊണ്ട് തന്നെ കാർബണ് 6 ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഷെൽ കോൺഫിഗറേഷൻ, സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതിയതാണ്. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ മാത്രമേ കാർബണിൻ്റെ എഴുതുന്നുള്ളൂ. നോക്കൂ, 1s2, 2s2, 2p2. ഇതാണ് കാർബൺ ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്തു. ഇനി 3ാമത്തെ കോളത്തിൽ ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. അവസാന കാർബൺ ആറ്റത്തിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണോ ഫില്ലായത് ആ സബ്ഷെല്ലാണ് ഇവിടെ എഴുതേണ്ടത്. നോക്കൂ, ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, 2p2. ഈ 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുന്ന സബ്ഷെല്ല് ഏതാണ്? 2p2. പി എന്ന സബ്ഷെല്ലിലാണ് 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുന്നത്, പി ആണ്. ഇനി നമുക്ക് പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും കാർബൺ എന്താണ്? പി എന്ന ബ്ലോക്കിൽ എലമെന്റ് ആണ്. ബ്ലോക്കും എന്താണ്? പി ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബെറീലിയം ആറ്റോമിക് നമ്പർ 4, അതായത് 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ബെറീലിയം എന്ന ആറ്റത്തിന്. നോക്കൂ, 1 അവിടെ ബെറീലിയത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടത്. അത് എഴുതുന്നു 1s2, 2, 2s2, 4. ഇതാണ് ബെറീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി 3ാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഈ ബെറീലിയത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കിയിട്ട് അവസാനത്തെ ബെറീലിയത്തിന്റെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണോ ഫില്ലായത് ആ സബ്ഷെല്ലാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കറിയാം, ബെറീലിയത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. 1s2, 2s2, ഈ 2 ആണ്. ഈ 2 ഇലക്ട്രോൺസ് ഫില്ലായത് സബ്ഷെല്ല് ഏതാണ്? 2s2, s2, എസ് എന്ന സബ്ഷെല്ലിലാണ്. അപ്പൊ എസ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ബെറീലിയം എന്താണ്? എസ് ബ്ലോക്കിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ ബ്ലോക്കും എന്താണ്? ബെറീലിയത്തിന്റെ എസ് തന്നെയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബോറോൺ ആറ്റോമിക് നമ്പർ 5 ആണ്. 5 ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. ബോറോന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടതുണ്ട്. അത് എഴുതുന്നു 1s2, 2s2, 2p1. 2 + 2 4, 4 + 1 5. ഇതാണ് ബോറോൺ എന്ന ആറ്റത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ.
ഇനി ബോറോന്റെ അവസാനത്തെ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത സബ്സെല്ലിൽ മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്. നോക്കൂ, അവസാനത്തെ ബോറോന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 2p1 p1. അവസാനത്തെ ഇലക്ട്രോൺസ് 1 ആണ്. അത് ഫില്ലായ സബ്സെല്ല് ഏതാണോ അതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. 2p1 p എന്ന സബ്സെല്ലാണ്. ഇനി പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ബോറോൺ എന്താണ്? പി ബ്ലോക്കിൽ ഒരു എലമെന്റ് ആണ്. ആ ബ്ലോക്കും എന്താണ്? പി ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കാണും. ഒരു ആറ്റത്തിന്റെ ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ആറ്റത്തിന്റെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതിയിട്ട് അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്സെല്ലിലാണോ ഫില്ലായത് എന്ന് നോക്കിയാൽ മതി എന്നാണ് അർത്ഥം. മറ്റു എക്സാമ്പിൾ നോക്കാം. സ്കാൻഡിയം SC അറ്റോമിക് നമ്പർ 21 ആണ്. അതിൻ്റെ സബ്സെൽ കോൺഫിഗറേഷൻ ഇവിടെ എഴുതേണ്ടതുണ്ട്. എഴുതുന്നു 1s2 2s2 2p6 3s2 3p6 18 ഇലക്ട്രോൺസ് ആയി. 3d1 19 ഇലക്ട്രോൺസ് ആയി. 4s2 21 ഇലക്ട്രോൺസ് ആയി. നോക്കൂ, 2 4 10 12 18 18 3 19 19 2 21. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ സബ്സെൽ കോൺഫിഗറേഷൻ. ഇനി നമ്മൾ എഴുതേണ്ടത് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് അവസാനത്തെ സ്കാൻഡിയത്തിലെ ഇലക്ട്രോൺസ് എത്രയാണ് നോക്കുക. അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അവസാനത്തെ ഇലക്ട്രോൺസ് 2. ഇത് ഉൾക്കൊണ്ട സബ്സെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. അവസാനത്തെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ട സബ്സെല്ലിൽ എസ് ആണെങ്കിൽ എസ് എഴുതണം, പി ആണെങ്കിൽ പി എഴുതണം, ഡി ആണെങ്കിൽ ഡി എഴുതണം, എഫ് ആണെങ്കിൽ എഫ് എഴുതണം. അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അത് ഫില്ലായത് 4s2 എസ്സിലാണ്. അതുകൊണ്ട് ഇവിടെ എഴുതേണ്ടത് എസ് എന്നാണ്. സോറി, അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സ്കാൻഡിയം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവസാനത്തെ ഇലക്ട്രോൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1s2 2s2 2p6 3s2 3p6. 4sനേക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട് 3dക്ക്. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്. അവസാനത്തെ ഇലക്ട്രോൺസ് 1 ആണ്. ഈ ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ട ഏതാണ്? ഡി എന്ന സബ്സെല്ലിലാണ്. അപ്പം ആ സബ്സെല്ലാണ് ഇവിടെ എഴുതേണ്ടത്. അവസാന ദ സബ്സെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. അത് അവസാനത്തെ ഇലക്ട്രോൺസ് എസ്സിലാണ് ആഡ് ചെയ്തെങ്കിൽ എസ് എഴുതണം, പി ആണെങ്കിൽ പി എഴുതണം, ഡി ആണെങ്കിൽ ഡി എഴുതണം, എഫ് ആണെങ്കിൽ എഫ് എഴുതണം. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തല്ല? 2 അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഇത് 4s2 ആണെങ്കിലും 4sലേക്ക് അവസാനത്തെ ഇലക്ട്രോൺസ് പോയിരിക്കുന്നത് 3dയിലേക്കാണ്. കാരണം എസ് ഫില്ലായതിനു ശേഷം മാത്രമാണ് ഡിയിലേക്ക് ഇലക്ട്രോൺസ് പോവുക. പറഞ്ഞിട്ടുണ്ടായിരുന്നു 1s2 1s2 2s2 2p6 3s2 3p6. 3p6 തൊട്ടടുത്ത് 3d ഉണ്ട്, അതിലേക്ക് പോകില്ല. 4s2 പിന്നെയാണ് 3dയിലേക്ക് വരിക. അത് മനസ്സിലാക്കുക. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺസ് 1 ആണ്. ഈ ഒരു ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ട സബ്സെൽ ഏതാണ്? ഡി ആണ്. ഡി എന്ന സബ്സെല്ലാണ്. ഇനി നമുക്ക് പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും സ്കാൻഡിയം എന്താണ്? ഒരു ഡി ബ്ലോക്കിൽ എലമെന്റ് ആണ്. ബ്ലോക്ക് എന്തായിരിക്കും? ഡി തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക് തിരിച്ചറിയണമെങ്കിൽ ആ ആറ്റത്തിൻ്റെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതി നോക്കുക. എന്നിട്ട് അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്സെല്ലിലാണോ ഫില്ലായത് ആ സബ്സെല്ലിൽ തന്നെയായിരിക്കുന്നത് ആ ആറ്റം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. നോക്കൂ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു, കാർബന്റെ അവസാനത്തെ ഇലക്ട്രോൺസ് 2 ആണ്. ഇത് ഉൾക്കൊണ്ട സബ്സെല്ല് പി ആണ്. അതുകൊണ്ട് ബ്ലോക്കും എന്താണ്? പി ആണ്. നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ ബെറീലിയം അവസാനത്തെ ഇലക്ട്രോൺസ് 2 ആണ്. ഇത് ഉൾക്കൊണ്ട സബ്സെല്ല് എസ് ആണ്. അതുകൊണ്ട് ബെറീലിയം എന്താണ്? ബ്ലോക്കും എസ് തന്നെയാണ്. നോക്കൂ, ബോറോൺ അവസാനത്തെ ഇലക്ട്രോൺസ് 1 ആണ്. 2p1 അത് ഉൾക്കൊണ്ട സബ്സെല്ല് പി ആണ്. ബോറോണിന്റെ ബ്ലോക്കും എന്താണ്? പി ആണ്. നോക്കൂ, സ്കാൻഡിയം അവസാനത്തെ ഇലക്ട്രോൺസ് 1 ആണ്. 3d1 അതുകൊണ്ട് ബ്ലോക്കും എന്താണ്? ഡി ആണ്. ഈ നോക്കൂ, ഹീലിയം ഹീലിയം ആറ്റോമിക് നമ്പർ 2 ആണ്. ഇത് പരീക്ഷ സാധനം ചോദിക്കാറുണ്ട്. സബ്സെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 എന്നാണ് എഴുതേണ്ടത്. 1s2 ആകെ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അത് എസ്സിൽ ഉൾക്കൊണ്ടു. അത് ഹീലിയം അവസാനത്തെ ഇലക്ട്രോൺസ് എന്താണ്? 2 ആണ്. ഈ 2 ഇലക്ട്രോൺസ് ഉൾക്കൊണ്ട സബ്സെൽ ഏതാ? എസ് ആണ്. പക്ഷേ
ഹീലിയം എസ് ബ്ലോക്കിന്റെ കേസിലല്ല ഉൾപ്പെടുത്താറുള്ളത്. ഹീലിയം പി ബ്ലോക്കിന്റെ അവസാനത്തെ ഇലക്ട്രോൺസ് എസ്സിലാണ് ഫില്ലായതെങ്കിലും നമുക്കറിയാം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പഠിച്ചിട്ടുണ്ട്. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്സെല്ലിലാണോ, ഒരു ആറ്റത്തിന്റെ അവസാനത്തെ സബ്സെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിനെ പറയും അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹീലിയം 18ാം ഗ്രൂപ്പ് നോബിൾ ഗ്യാസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. അതിന്റെ കോൺഫിഗറേഷൻ 9ാം ക്ലാസ്സിൽ രാസബന്ധനം എന്ന പാഠത്തിൽ ഫസ്റ്റ് പേജ് എഴുതി പഠിച്ചിട്ടുണ്ട്. ഹീലിയം 2, നിയോൺ 2, 8, ആർഗൺ 18, 2, 8, 8, ക്രിപ്റ്റോ 36, 2, 8, 18, 8 ഒക്കെ അവസാനത്തെ സെല്ലിൽ എന്തുണ്ട് 8 ഇലക്ട്രോൺസ് ഫില്ലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തെ സെല്ലുകളിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് സെൽ ഓഫ് എൻ ആറ്റം കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പം ഹീലിയം ആറ്റോം നമ്പർ 2 ആണ്, പക്ഷെ 1s2 എന്നാണ് കോൺഫിഗറേഷൻ എഴുതുക. പക്ഷെ എസ്സിലാണ് അവസാനിച്ചതെങ്കിലും ഇതിൽ 18ാമത്തെ ഗ്രൂപ്പിലെ പി ബ്ലോക്കിനോട് സാദൃശ്യം ഉള്ളത് കൊണ്ട് എന്താണ് ഹീലിയം സാധാരണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എസ് ഈ പി ബ്ലോക്കിന്റെ കേസിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് നമുക്ക് കാര്യം മനസ്സിലായി. ഒരു ആറ്റത്തിന്റെ ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആറ്റത്തിന്റെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ സബ്സെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയിട്ട് അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്സെല്ലിലാണോ ഫില്ലായത് ആ സബ്സെല്ലിൽ തന്നെയായിരിക്കും ഒരു ആറ്റത്തിന്റെ ബ്ലോക്ക്. The last electron is added to which subcell, that subcell is the block of the element. Okay, അത് ഹീലിയത്തിന് മാത്രം എക്സെപ്ഷണൽ കേസാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരീഡ് നമ്പർ ഓഫ് ദ എലമെന്റ്. അതായത് സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസവും പീരീഡും എന്ന ഭാഗമാണ്. ഒരു സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ആ ആറ്റം എത്രാമത്തെ പീരീഡിൽ വരുന്ന ആറ്റമാണ് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം ബ്ലോക്ക് എന്ന ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഭാഗത്ത് നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാൻ 4 കോളം വരച്ചിട്ടുണ്ട്. 1ാമത്തെ കോളത്തിൽ എലിമെന്റ്സ് എന്നാണ് മൂലകങ്ങൾ. 2 സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം, ഇവിടെ ഇരുന്ന മൂലകങ്ങളുടെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. 3ാമത്തെ കോളത്തിൽ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസത്തിലെ ഉയർന്ന ഷെൽ നമ്പർ എന്നാണ് എഴുതേണ്ടത്. ഹയസ്റ്റ് സബ്സെൽ നമ്പർ ഇൻ ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് കോളത്തിൽ പീരീഡ്, എത്രാമത്തെ പീരീഡാണോ എലിമെന്റിൽ ആ പീരീഡ് ആണ് എഴുതേണ്ടത്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 7 പീരീഡാണുള്ളത്. ഹൊറിസോണ്ടൽ കോളത്താണ് പീരീഡ് എന്ന് പറയാൻ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഫോർ എക്സാമ്പിൾ ബി എന്ന് പറഞ്ഞാൽ ബോറോൺ ആറ്റമാണ്. അറ്റോമിക് നമ്പർ 5 ആണ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സബ്സെൽ കോൺഫിഗറേഷൻ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടതുണ്ട്. ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കൂ. 1s2 2 ഇലക്ട്രോൺസായി, 2s2 4 ഇലക്ട്രോൺസായി, 2p1 4 3 5 ഇലക്ട്രോൺസായി. ഇതാണ് ബോറോൺ എന്ന ആറ്റത്തിൻ്റെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഈ 3ാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഈ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം നോക്കിയിട്ട് ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ നോക്കൂ. 1s2 ഇവിടെ 1 ഷെൽ നമ്പർ, 2s2 ഇവിടെ 2 ഷെൽ നമ്പർ, 2p1 ഇവിടെയും 2 ഷെൽ നമ്പർ. ഇതിന് നമുക്കറിയാം ഈ സബ്ഷെല്ലുകളുടെ മുന്നേറുന്ന സംഖ്യ സബ്ഷെല്ലുകളുടെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1 അല്ല, മറിച്ച് എന്താണ് 2 ഏറ്റവും ഉയർന്ന സംഖ്യ. സബ്ഷെല്ലുകളുടെ മുന്നേറുന്ന സംഖ്യ ഏറ്റവും ഉയർന്ന സംഖ്യ ഏതാണോ അതാണ് എഴുതേണ്ടത് അവിടെ. അപ്പോൾ 2 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് 2 എന്നാണ്. നമുക്കിത് പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ബോറോൺ എന്താണ് 2ാമത്തെ പീരീഡിലെ എലമെൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെക്ക് ചെയ്യുക, പീരീഡ് എന്താണ് 2 മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. അലൂമിനിയം Al 13 ആറ്റോമിക് നമ്പർ. അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ഇവിടെ എഴുതേണ്ടതുണ്ട്. ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കൂ. 1s2 2s2 2p6 10 ഇലക്ട്രോൺസായി, 3s2 12 ഇലക്ട്രോൺസായി. 13ാമത്തെ തൊട്ടടുത്ത സബ്ഷെല്ലിലേക്ക് പോകും 3p1.
ഇതാണ് അലൂമിനിയം ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എത്രയാണോ അതാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നോക്കൂ, ഇവിടെ 1 ഉള്ളത്, ഇവിടെ 2 ഉള്ളത്, ഇവിടെയും 2 ഉള്ളത്, ഇവിടെയും 3 ഉള്ളത്, ഇവിടെയും 3. ഇത് ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 3, 3 ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ ഞാൻ 3 എന്ന് എഴുതുന്നു. ഇനി പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ് ഈ അലൂമിനിയം എന്ന ആറ്റം എന്താണ്? മൂന്നാമത്തെ പീരീഡിലുള്ള എലമെന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ക്രോമിയം 24, എക്സെപ്ഷണൽ കേസായിരുന്നു ക്രോമിയം 24. അതുപോലെ കോപ്പർ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, 1s2 2, 2s2 4, 2p6 10, 3s2 12, 3p6 18. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു? ഹാഫ് ഫീൽഡും 2 ഹാഫ് ഫീൽഡാണ് 4s1. ഇങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ എഴുതേണ്ടത്, പഠിച്ചിട്ടുണ്ട്. 2, 4, 10, 12, 12 + 6 18, 18 + 5 23, 23 + 1 24. ഇതാണ് ശരിയായ രീതി. ഡിയും അവസാനത്തെ എസും ഡിയും ഹാഫ് ഫീൽഡ് ആയിരിക്കൽ, അതായത് മോർ സ്റ്റേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഈ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ, സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എത്രയാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. നോക്കൂ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 4. ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ 4. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 4 എന്നാണ് എഴുതേണ്ടത്. പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ക്രോമിയം എന്താണ്? 4ാമത്തെ പീരീഡിൽ എലമെൻ്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ഹൈഡ്രജൻ H അറ്റോമിക് നമ്പർ 1, സബ്ഷെൽ കോൺഫിഗറേഷൻ 1s1 എന്നാണ്. ആകെ ഒറ്റ സബ്ഷെൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 എന്ന് എഴുതാം. പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഹൈഡ്രജൻ എന്താണ്? 1ാമത്തെ പീരീഡിൽ എലമെൻ്റ് ആണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റം ഏത് പീരീഡിൽ വരുന്ന ആറ്റമാണ് എങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ എത്രയാണോ ആ നമ്പർ തന്നെയായിരിക്കും എന്ത്? പീരീഡ് നമ്പർ. നോക്കൂ, ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ 2, ബോറോണിൻ്റെ ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ 2 ആണ്. പീരീഡ് എത്രയാണ്? 2 ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, അലൂമിനിയം ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ എത്രയാണ്? 3 ആണ്. പീരീഡ് എത്രയാണ്? അതും 3 ആണ്. നോക്കൂ, ക്രോമിയം ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ എത്രയാണ്? 4 ആണ്. പീരീഡ് എത്രയാണ്? 4 ആണ്. 4ാമത്തെ പീരീഡ് എലമെൻ്റ് ആണ് ക്രോമിയം. ഹൈഡ്രജൻ ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ എത്രയാണ്? 1 ആണ്. പീരീഡ് നമ്പർ എത്രയാണ്? 1 ആണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ പീരീഡ് നമ്പറും ഹയസ്റ്റ് സബ്ഷെൽ നമ്പർ എന്തായിരിക്കും? എപ്പോഴും ഒരുപോലെയായിരിക്കും എന്നാണ് അർത്ഥം. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റം ഏത് പീരീഡാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ നോക്കിയാൽ മതി. ദ ഹയസ്റ്റ് സബ്ഷെൽ നമ്പർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ പീരീഡ് നമ്പർ ഓഫ് ദ എലമെൻറ്റ് എന്നുള്ളതാണ്. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിലെ ഏറ്റവും ഉയർന്ന പീരീഡ് നമ്പറും ഉയർന്ന സബ്ഷെൽ നമ്പറും എപ്പോഴും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസവും ഗ്രൂപ്പും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പറാണ്, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതായത് ഒരു എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം നോക്കിയിട്ട് ഈ ആറ്റം ഇന്ന ഗ്രൂപ്പിലെ എലമെൻ്റാണ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആറ്റത്തിൽ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പീരീഡ് കണ്ടെത്തുന്ന രീതി പറഞ്ഞു കഴിഞ്ഞു. അതൊരു കോമൺ ആയിട്ടുള്ള രീതിയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ബ്ലോക്ക് കാണണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണോ ഫില്ലായതെന്ന് നോക്കിയാൽ മതി. പീരീഡ് കാണണമെങ്കിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ നോക്കിയാൽ മതി. എന്നാൽ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ ഓരോ ബ്ലോക്കിനും വ്യത്യസ്ത രീതികളാണ്. അതുകൊണ്ട് തന്നെയാണ് എസ് ബ്ലോക്ക് മൂലകം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ മറ്റൊരു രീതിയാണ്
പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ വേറെ രീതിയാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബ്ലോക്കിൻ്റെയും ഗ്രൂപ്പ് നമ്പർ കാണാൻ വ്യത്യസ്ത രീതികളാണ്. പീരീഡിൻ്റെ കേസും ബ്ലോക്കിൻ്റെ കേസും പറഞ്ഞതുപോലെ അല്ല, മറിച്ച് വ്യത്യസ്ത രീതിയാണ്. ഇപ്പോൾ ഹെഡിങ് കാണാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളും ഗ്രൂപ്പ് നമ്പറും. ഞാൻ 4 കോളം വരച്ചിട്ടുണ്ട്, നോക്കൂ. അപ്പോൾ ഇവിടെ എഴുതുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കണം? എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഹെഡിങ് എന്താണ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ്. എസ് ബ്ലോക്ക് നമുക്കറിയാം, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ആ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നാ പറയാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് നമ്പർ 1 or 2 ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ്, ആ എലമെൻറ്റ്സിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോണിക് വിന്യാസമാണ് ഇവിടെ എഴുതേണ്ടത്. ആ ഇവിടെ എഴുതുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയിട്ട് അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കറിയാം എല്ലാ എസ് സബ്ഷെല്ലിലും 1 or 2 ഇലക്ട്രോൺസ്, മാക്സിമം 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് നമുക്ക് ആദ്യം പഠിച്ചിട്ടുണ്ട്. പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 പറഞ്ഞതാണ്. അതുപോലെ ഗ്രൂപ്പ് നമ്പർ ആണ് 4ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നോക്കൂ, അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ ഇവിടെ എലമെൻസിൻ്റെ കോളത്തിൽ എഴുതുന്ന ഈ എലമെൻറ്റ്സ് എന്തായിരിക്കണം? എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. കാരണം എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കാണുന്ന രീതിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പി ബ്ലോക്കിൻ്റെ പറയും. നോക്കൂ, ഫോർ എക്സാമ്പിൾ ഒരു എലമെൻറ്റ്സ് എസ് ബ്ലോക്കിൽ സോഡിയം ഒരു എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. സോഡിയം Na, ആറ്റോമിക് നമ്പർ 11 ആണ് സോഡിയം. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. എഴുതുന്നു, ശ്രദ്ധിക്കൂ. 1s2, 2s2, 2p6, 3s2, 3s1. നോക്കൂ, 2, 4, 4 6 10, 10 + 1 11. നോക്കൂ, ഈ 3ാമത്തെ കോളം ഒന്നുകൂടി ശ്രദ്ധിക്കുക. അവസാനത്തെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലാസ്റ്റ് എസ് സബ്ഷെൽ. അപ്പോൾ ഇത് 1s2 എന്ന് പറയുന്ന ആദ്യത്തെ എസ് സബ്ഷെല്ലാണ്. 2s2 എന്ന് പറഞ്ഞാൽ 2ാമത്തെ എസ് സബ്ഷെല്ലാണ്. നമ്മൾ എഴുതേണ്ടത് അവസാനത്തെ എസ് സബ്ഷെല്ലാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അവസാനത്തെ എസ് സബ്ഷെൽ എന്ന് പറയുമ്പോൾ എന്താണ്? 3s ആണ്. ആ 3sൽ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? നോക്കൂ, 3s1, s1, 3s1, 3s1. അപ്പോൾ എന്താണ്? s1 1 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സോഡിയം എന്താണ്? 1ാമത്തെ എസ് ബ്ലോക്കിലെ 1ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് എന്താണ്? 1, റൈറ്റ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. നോക്കൂ, 1s1 എന്നാണ് സബ്ഷെൽ കോൺഫിഗറേഷൻ. അവസാനത്തെ എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ എസ് സബ്ഷെൽ മാത്രമേ ഉള്ളൂ. അവസാനത്തെ എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺസ് ഉണ്ട്. ആ എണ്ണം 1 ആണ് ഇവിടെ എഴുതി. പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഹൈഡ്രജൻ എന്താണ്? എസ് ബ്ലോക്കിലെ 1ാമത്തെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് നമ്പർ 1 ആണ്. മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബെറീലിയം Be, ആറ്റോമിക് നമ്പർ 4 ആണ്. 4 ഇലക്ട്രോൺസ് ബെറീലിയത്തിലുണ്ടായിരിക്കും. 1s2, 2s2 എന്നാണ് എഴുതേണ്ടത്. നോക്കൂ, ബെറീലിയത്തിന്റെ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് എണ്ണമാണ് 3ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. 1s2, 2s2 എന്നാണ് ബെറീലിയത്തിന്റെ കോൺഫിഗറേഷൻ. അപ്പൊ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2s. അത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2s2, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 2 എന്നാണ്. ഇനി നമുക്ക് പീരിയോഡിക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ബെറീലിയം ഏത് ഗ്രൂപ്പാണ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ബെറീലിയം എന്താണ്? എസ് ബ്ലോക്കിലെ 2ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മെഗ്നീഷ്യം Mg ആറ്റോമിക് നമ്പർ 12. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 12. അവസാനത്തെ എസ് സബ്ഷെൽ എന്ന് പറയുന്നതാണ് 3s. ആ അവസാനത്തെ എസ് സബ്ഷെൽ ഇലക്ട്രോൺസ് എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. അവസാനത്തെ എസ് സബ്ഷെൽ 3s, അതിൽ ഇലക്ട്രോൺസ് എണ്ണത്തെ 3s2, 2. ഇവിടെ 2 എന്നാണ് എഴുതേണ്ടത്. പീരിയോഡിക് ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ്? മെഗ്നീഷ്യം എസ് ബ്ലോക്കിലെ 2ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അതായത് നമുക്ക് കാര്യം മനസ്സിലായി കാണും. ഒരു എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ
അവസാനത്തെ എസ് സബ്സെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയാൽ മതി എന്നാണ് അർത്ഥം. അവസാനത്തെ നമുക്കറിയാം എസ്സിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. എസ് എന്ന് അവസാനത്തെ എസ് സബ്സെല്ലിൽ 1 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ എസ് ബ്ലോക്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. അവസാനത്തെ എസ് സബ്സെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ ആ എലമെന്റ് എസ് ബ്ലോക്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ എസ്സിൽ 1 or 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. അവസാനത്തെ എസ്സിൽ 1 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, അവസാനത്തെ എസ്സിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. അതായത് എസ് ബ്ലോക്കിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് നമ്പറും അവസാനത്തെ എസ് സബ്സെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? ഒരുപോലെയായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സബ്സെൽ എസ് ബ്ലോക്കിന് ഒരു കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എസ് ബ്ലോക്കായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ബ്ലോക്ക് ഏത് ഗ്രൂപ്പിലെ എലമെന്റ് നോക്കണമെങ്കിൽ അവസാനത്തെ എസ്സിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയാൽ മതി. ഇനി നമുക്ക് പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പറും സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിസ്ഥാനത്തിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണുന്ന വിധം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഹെഡിങ് കാണാം, പി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ. അതായത് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറിനെ കണ്ടെത്താം. കോളം നോക്കൂ. മൂലകങ്ങൾ. ഈ മൂലകങ്ങളുടെ സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് ഇവിടെ എഴുതേണ്ടത്. അവസാനത്തെ പി സബ്സെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് പി സബ്സെൽ. ഗ്രൂപ്പ് നമ്പർ. ഇവിടെ ഇരുന്ന് എക്സാമ്പിൾ എന്തായിരിക്കണം? പി ബ്ലോക്കിലെ എലമെന്റ്സ് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. നമ്മുടെ ഹെഡിങ് എന്താണ്? പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് മൂലകം ആൻഡ് ഗ്രൂപ്പ് നമ്പർ ആണ്. അതുകൊണ്ട് ഇവിടെ എഴുതുന്ന എക്സാമ്പിൾ പി ബ്ലോക്കിലെ എലമെന്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. നോക്കൂ. ഫോർ എക്സാമ്പിൾ സി, ആറ്റോമിക് നമ്പർ 6, കാർബൺ ആറ്റം. ഇതൊരു പി ബ്ലോക്ക് മൂലകമാണ്. നമുക്കറിയാം പി ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെ ഏത് ഗ്രൂപ്പ് നമ്പറും ആകാം, ഒക്കെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇപ്പൊ കാർബൺ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12 ആണ്. അതിന്റെ സബ്സെൽ കോൺഫിഗറേഷനാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നോക്കൂ. 1s2, 2s2, 4 ഇലക്ട്രോൺസ് ആയി. 2p2, 6 ഇലക്ട്രോൺസ് ആയി. നോക്കൂ. ഇനി നമുക്ക് ഈ കാർബണിന്റെ ഈ സബ്സെൽ കോൺഫിഗറേഷൻ നോക്കിയിട്ട് അവസാനത്തെ പി എന്ന സബ്സെല്ലിലെ ഇലക്ട്രോൺസ് എണ്ണമാണ്. ആകെ ഒരൊറ്റ പി എന്ന സബ്സെല്ലിൽ മാത്രമേ ഉള്ളൂ ഇതിൽ. കാർബൺ 1s2, 2s2, 2p2. അവസാനത്തെ പി സബ്സെൽ എന്ന് പറയുന്നത് 2p ആണ്. ആ 2pയിലെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. 2p2, 2 ഇലക്ട്രോൺസ് ആണ് പി എന്ന സബ്സെല്ലിൽ ഉള്ളത്. അതുകൊണ്ട് ഞാൻ 2 എന്ന് എഴുതി. ഇനി ഈ കാർബണിന്റെ ഗ്രൂപ്പ് നമ്പർ ആണ് പറയേണ്ടത്. നോക്കൂ. അപ്പൊ എന്ത്, കാർബൺ ഈ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ അവസാനത്തെ പി ഇലക്ട്രോൺസ് എണ്ണം കണ്ടു, ഇത് 2 ആണെന്ന് മനസ്സിലായി. ഇനി 2നോട് എന്ത് കൂട്ടുക? 2 + 12, 14. അപ്പൊ എന്താണ്? കാർബൺ പി ബ്ലോക്കിലെ 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് എന്നാണ് അർത്ഥം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നിയോൺ ആറ്റോമിക് നമ്പർ 10 ആണ്. 10 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 1s2, 2s2, 2p6. ഇതാണ് നിയോണിന്റെ സബ്സെൽ കോൺഫിഗറേഷൻ. ഈ നിയോണിന്റെ കോൺഫിഗറേഷൻ നോക്കിയിട്ട് അവസാനത്തെ പിയിലെ ഇലക്ട്രോൺസ് എണ്ണമാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നോക്കൂ. 1s2, 2s2, 2p6, 2p. അവസാനത്തെ പി എന്ന സബ്സെൽ 2p6. ആ 6 അവസാനത്തെ പിയിലെ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? 6 ആണ്. ഇവിടെ 6 എന്ന് എഴുതുന്നു. ഇനി നോക്കൂ. ഈ നിയോൺ പി ബ്ലോക്കിൽ ഏത് ഗ്രൂപ്പിലെ എലമെന്റ് കണ്ടെത്തണം? അതെന്ത് ചെയ്യുക? ഈ 6നോട് എന്ത് കൂട്ടുക? 6 + 12 എത്ര? 18. അപ്പൊ നിയോൺ എന്താണ്? പി ബ്ലോക്കിലെ നിയോൺ എന്ന എലമെന്റ് പി ബ്ലോക്കിലെ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് എന്നാണ് അർത്ഥം.
മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. Al അലൂമിനിയം 13 സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p1 ഇതാണ് അലൂമിനിയത്തിൻ്റെ കോൺഫിഗറേഷൻ. 2 4 10 12 13. ഇനി നമ്മൾ എഴുതേണ്ടത് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് അലൂമിനിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ അവസാനത്തെ പിയിലെ ഇലക്ട്രോൺസ് എണ്ണമാണ്. 2p6 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പി ആണ് അലൂമിനിയത്തിൻ്റെ. 3p1 എന്താണ് അവസാനത്തെ പി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവസാനത്തെ പി സബ്ഷെൽ ഇലക്ട്രോൺസ് എണ്ണമാണ് എഴുതേണ്ടത്. അപ്പൊ അവസാനത്തെ പി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ് 3p1. ആദ്യത്തെ പി എന്ന് പറഞ്ഞാലോ 2p6. അപ്പൊ അവസാനത്തെ പിയിലെ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ് 3p1 എത്രയാണ് 1 എന്നാണ്. 1. ഇനി നോക്കൂ, ഈ അലൂമിനിയം പി ബ്ലോക്കിൽ ഏത് ഗ്രൂപ്പിലെ എലമെന്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ 1 എന്ത് കൂട്ടുക 12 കൂട്ടുക. അപ്പൊ 1 + 12 13. അലൂമിനിയം എന്താണ് പി ബ്ലോക്കിലെ 13ാമത്തെ എലമെന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ കൂടെ നോക്കൂ. ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് 15 ആറ്റോമിക് നമ്പർ 15 ഫോസ്ഫറസ് 1s2 2s2 2p6 3s2 3p 12 ആയി 3p3 12 + 3 15 2 4 10 12 12 + 3 15. നോക്കൂ, ഫോസ്ഫറസിലെ ആദ്യത്തെ പി എന്ന സബ്ഷെല്ലാണ് 2p, അതിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അവസാനത്തെ പി എന്ന സബ്ഷെല്ലാണ് 3p. നമുക്ക് എഴുതേണ്ടത് എന്താണ് അവസാനത്തെ പി എന്ന സബ്ഷെൽ ഇലക്ട്രോൺസ് എണ്ണമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവസാനത്തെ പി സബ്ഷെൽ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ് 3p3 3 ആണ്. അവിടെ 3 എന്ന് എഴുതുന്നു. ഇനി നോക്കൂ, ഈ ഫോസ്ഫറസ് പി ബ്ലോക്കിലെ ഏത് ഗ്രൂപ്പിലെ എലമെന്റാ നോക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഈ 3 എന്ത് കൂട്ടുന്നു 3 + 12 എത്ര 15. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടിയാൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസ് ചെയ്തിട്ട് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. നമുക്കറിയാം, ഡി ബ്ലോക്ക് മൂലകം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് എലമെന്റിന് വരെയുള്ള ഗ്രൂപ്പ് നമ്മൾ എന്താ പറയുക, ഡി ബ്ലോക്ക് 3 to 12 അതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെ പറയും, സംക്രമണ മൂലകങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അവർ ഡി ബ്ലോക്കിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഇത് ഡി ബ്ലോക്കിലെ ഇന്ന ഗ്രൂപ്പിലെ എലമെന്റ് ആണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കൂ, മൂലകങ്ങൾ ഇവിടെ ഇന്ന് എക്സാമ്പിളൊക്കെ എന്തായിരിക്കണം, ഡി ബ്ലോക്കിലെ എലമെന്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മുടെ ഹെഡിങ് ഡി ബ്ലോക്ക് എന്നാണ്. ഇനി അതിൻ്റെ ഡി ബ്ലോക്കിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ആ സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കിയിട്ട് അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്തുള്ള എസിലെയും ആകെ ഇലക്ട്രോൺ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പറാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, സ്കാൻഡിയം 21 SC 21. ഇതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷനാണ് ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ശ്രദ്ധിക്കൂ, 1s2 2s2 2p6 10 ഇലക്ട്രോൺസ് ആയി, 3s2 12 ഇലക്ട്രോൺസ് ആയി, 3p6 18 ഇലക്ട്രോൺസ് ആയി, 3d1 19 ഇലക്ട്രോൺസ് ആയി, 4s2 21 ഇലക്ട്രോൺസ് ആയി. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ. നോക്കൂ, ഇതിൽ അവസാനം ഫില്ലായത് ഏത് സബ്ഷെല്ലിലേക്കാണ് 3d1. അവസാനത്തെ 21ാമത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് 3d എന്ന സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് ഇത് ഡി ബ്ലോക്കിൽ ഈ സ്കാൻഡിയം ഉൾപ്പെടാൻ കാരണം. നമുക്കറിയാം, ഒരു ആറ്റത്തിന്റെ ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലേക്കാണോ ഫില്ലായത് എന്ന് നോക്കിയാൽ മതി. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ 21ാമത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് ഡി എന്ന സബ്ഷെല്ലിലേക്ക് ആയതുകൊണ്ടാണ് ഇത് ഡി ബ്ലോക്കിൽ വരുന്ന എലമെന്റ് സ്കാൻഡിയം ആകാൻ കാരണം.
നോക്കൂ, ഇനി മൂന്നാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത് അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്തുള്ള എസിലെയും ആകെ ഇലക്ട്രോൺസിന്റെ എണ്ണം. അവസാനത്തെ ഡി എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ഡി സബ്സെൽ മാത്രമേ ഉള്ളത്, 3D. തൊട്ടടുത്തുള്ള എസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഈ 3p ആണ്, തൊട്ടടുത്തുള്ള എസ് എന്ന് പറഞ്ഞാൽ 4s ആണ്. അപ്പോൾ 3Dയിലെയും 4sലെയും ആകെ ഇലക്ട്രോൺസ് എണ്ണം കൂട്ടണം. 3Dയിൽ 1, 4sൽ 2, 2 + 1 3. അപ്പോൾ അവസാനത്തെ ഡിയിലെയും എസിലെയും ആകെ ഇലക്ട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് നമുക്ക് പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും സ്കാൻഡിയം എന്താണ്? മൂന്നാമത്തെ ഡി ബ്ലോക്കിലെ മൂന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മാംഗനീസ് ആറ്റോമിക് നമ്പർ 25. 25 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും മാംഗനീസിന്. അതിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ രണ്ടാമത്തെ കോളത്തിൽ എഴുതണം. നോക്കൂ, 1s2, 2s2, 2p6, 3s2, 3p6 18ആയി. 3d5, 4s2. നോക്കൂ, 2, 4, 10, 12, 12 + 6 18, 18 + 2 20, 20 + 5 25. അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 5 ആണ്. അത് ഫില്ലായത് 3Dയിലായത് കൊണ്ടാണ് മാംഗനീസ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടാൻ കാരണം. അപ്പൊ അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്തുള്ള എസ് സബ്സെല്ലിൽ ഇലക്ട്രോൺസ് എണ്ണമാണ്. അവസാനത്തെ ഡി 5, തൊട്ടടുത്തുള്ള എസിൽ 2, 5 + 2 7 ആണ്, 7. അതുകൊണ്ട് എന്താണ് മാംഗനീസ് എന്താണ്? മാംഗനീസ് എത്രാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും? ഡി ബ്ലോക്കിലെ 7th ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും. പീരിയോഡ് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും മാംഗനീസ് എന്താണ്? 7th പീരീഡ് ആണ്. അതായത് 7th ഗ്രൂപ്പാണ്. പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്കിലെ 7ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണെന്ത്? മാംഗനീസ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. കോപ്പർ 29 കോപ്പർ, കുപ്രം Cu. അതിന് കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p6, 3s2 12, 3p6 18. കോപ്പറും ക്രോമിയും പ്രത്യേകത ഉണ്ടായിരുന്നു, എക്സെപ്ഷണൽ കേസായിരുന്നു. ഹാഫ് ഫീൽഡും കംപ്ലീറ്റ് ഫീൽഡും. 3d10, 4s1. നോക്കൂ, 2, 4, 10, 12, 18, 28, 21, 29. ഇതാണ് കോപ്പറിന്റെ കോൺഫിഗറേഷൻ, സബ്ഷെൽ കോൺഫിഗറേഷൻ. ഇനി നോക്കൂ, അവസാനത്തെ എസിലെയും അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്തുള്ള എസിലെയും ആകെ ഇലക്ട്രോൺസ് എണ്ണമാണ്. അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലാതെ 3Dയിലാണ്, 3d10. 3Dയിലായത് കൊണ്ടാണ് കോപ്പർ ഡി ബ്ലോക്കിൽ ഉൾപ്പെടാൻ കാരണം. അത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സെൽ ഇലക്ട്രോണിക് വിന്യാസവും ബ്ലോക്ക് എന്ന ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അവസാനത്തെ ഡിയിൽ 10, തൊട്ടടുത്തുള്ള എസിൽ 1, 10 + 1 11. അപ്പൊ എന്താണ്? കോപ്പർ എന്താണ്? അപ്പൊ അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്ത എസിലെയും ഇലക്ട്രോൺസ് എണ്ണം 10 + 1 11. പീരിയോഡിക് ടേബിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ്? കോപ്പർ എന്താണ്? 11ാമത്തെ ഡി ബ്ലോക്കിലെ 11ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് എന്ന്. അതായത് നമുക്കറിയാം 3 മുതൽ 12 വരെ ഗ്രൂപ്പാണ് എന്ത്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പം 11ാമത്തെ ഗ്രൂപ്പിലാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയ കോപ്പർ വരുന്നത് എന്നർത്ഥം. വേണമെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കൂ. ആറ്റോമിക് നമ്പർ 24 ക്രോമിയം. 1s2, 2s2, 2p6, 3s2, 3p6 18. ക്രോമിയത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു, അവസാനത്തെ ഡിയും അവസാനത്തെ എസും ഹാഫ് ഫീൽഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ 3d5, 4s1. നോക്കൂ, 2, 4, 10, 12, 18, 18 + 5 23, 23 + 1 24. നോക്കൂ, അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്ത എസിലെയും, അവസാനത്തെ ഡി എന്ന് പറഞ്ഞാൽ 3D, തൊട്ടടുത്ത എസ് എന്ന് പറഞ്ഞാൽ 4s. അതിൽ ആകെ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? 5 + 1 6 എന്നാണ് ആൻസർ. ഇനി പീരിയോഡിക് ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാവും ക്രോമിയം എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്കിൽ 6ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ അവസാനത്തെ ഡിയിലെയും
തൊട്ടടുത്തുള്ള എസ്സിലെയും ആകെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടിയാൽ മതി എന്നർത്ഥം. അവസാനത്തെ ഡിയിൽ 1 നോക്കൂ, ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം, ഡി ബ്ലോക്കിൽ ഒന്നാമത്തെ എലമെന്റ് ആണ് സ്കാൻഡിയം. അവസാനത്തെ ഡിയിൽ 1, എസ്സിൽ 2, 2 + 1 3. സ്കാൻഡിയം എന്താണ്? ഡി ബ്ലോക്കിലെ മൂന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. നോക്കൂ, മാഗ്നീസ് അവസാനത്തെ ഡിയിൽ 5, തൊട്ടടുത്തുള്ള എസ്സിൽ 2, 5 + 2 എന്താണ്? 7. മാഗ്നീസ് എന്താണ്? ഡി ബ്ലോക്കിലെ 7ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. നോക്കൂ, അടുത്ത എക്സാമ്പിൾ കോപ്പർ അവസാനത്തെ ഡിയിൽ 10, തൊട്ടടുത്തുള്ള എസ്സിൽ 1, 10 + 1 11. കോപ്പർ എന്താണ്? 11ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ ക്രോമിയം അവസാനത്തെ ഡിയിൽ 5, തൊട്ടടുത്തുള്ള എസ്സിൽ 1, 5 + 1 6. ക്രോമിയം എന്താണ്? ഡി ബ്ലോക്കിലെ 6ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ അവസാനത്തെ ഡിയിലെയും തൊട്ടടുത്തുള്ള എസ്സിലെയും ആകെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടിയാൽ മതി എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓരോ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്ലോക്ക് മൂലകങ്ങളുടെയും പീരീഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ കാണുന്ന വിധമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ എസ് ബ്ലോക്ക് കേസും വരുന്നുണ്ട്, പി ബ്ലോക്കിന്റെ കേസും വരുന്നുണ്ട്, ഡി ബ്ലോക്കിന്റെ കേസും വരുന്നുണ്ട്. നമുക്കറിയാം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ഒരു ആറ്റത്തിന്റെ ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണോ ഫില്ലായതെന്ന് നോക്കിയാൽ മതി, പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ആറ്റത്തിന്റെ പീരീഡ് മനസ്സിലാക്കണമെങ്കിൽ ഹയസ്റ്റ് സബ്ഷെൽ നമ്പർ നോക്കിയാൽ മതി. അതൊരു ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കണമെങ്കിൽ 3 രീതികളുണ്ടായിരുന്നു. എസ് ബ്ലോക്കിന് വേറെ രീതി, പി ബ്ലോക്കിന് വേറെ രീതി, ഡി ബ്ലോക്കിന് വേറെ രീതി. 3 രീതികൾ ഒന്നിച്ച് പറയാൻ പോവാണ്. 3 എക്സാമ്പിൾ ഉണ്ട്, ശ്രദ്ധിക്കൂ. എക്സാമ്പിൾ ചോദിക്കും, എക്സ് ഇസ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 11. ആറ്റോമിക് നമ്പർ 11 ഉള്ളൊരു മൂലകമാണ് എക്സ് എന്നിരിക്കട്ടെ. ഈ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്നു, ഏത് പീരീഡിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അത്ര ഇലക്ട്രോൺസും അത്ര പ്രോട്ടോൺസും ഒരു ആറ്റത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് 9ാം ക്ലാസ് 2ാമത്തെ പാഠത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അത് പ്രകാരം ഈ ആറ്റത്തിന് ആറ്റം ഏതും ആയിക്കോട്ടെ, ഈ ആറ്റത്തിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2, 2p6, 3s1. നോക്കൂ, അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് എസ്സിലായതുകൊണ്ട് ഈ ആറ്റം ഏത് ബ്ലോക്കാണ്? ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പീരീഡ് നോക്കണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഉയർന്ന സബ്ഷെൽ നമ്പർ നോക്കിയാൽ മതി. ഈ സബ്ഷെൽ ഇലക്ട്രോൺസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ നോക്കിയാൽ മതി. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. വലിയ സംഖ്യ 3 ആണ്. അതുകൊണ്ട് ഈ ആറ്റം എന്തായിരിക്കും? 3ാമത്തെ പീരീഡിൽ എലമെന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കൂ, ഈ ആറ്റം എസ് ബ്ലോക്ക് മനസ്സിലാക്കി. ഇനി ഈ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1ാമത്തെ 2ാമത്തെ ഗ്രൂപ്പിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആറ്റം എസ് ബ്ലോക്കിലെ 1ാമത്തെ ഗ്രൂപ്പാണോ 2ാമത്തെ ഗ്രൂപ്പാണോ എന്നുള്ളതാണ്. നമുക്കറിയാം എസ്സിലെ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണോ, അവസാനത്തെ എസ്സിലെ ഇലക്ട്രോൺസ് എണ്ണം എത്രയാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അവസാനത്തെ എസ് എന്ന് പറഞ്ഞാൽ 3s ആണ്, അത് ഇലക്ട്രോൺസ് എണ്ണം 1 ആണ്, അതുകൊണ്ട് 1ാമത്തെ ഗ്രൂപ്പാണ്. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഇസ് ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 7. ആറ്റോമിക് നമ്പർ 7 ഉള്ള ഒരു മൂലകമാണ് വൈ എന്നിരിക്കട്ടെ. സെയിം ക്വസ്റ്റ്യൻ, ഈ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്നു, ഏത് പീരീഡിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു? നോക്കൂ, അതിന്റെ ആറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ സബ്ഷെൽ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുക. 1s2, 2s2, 2p6, 3s2, 1s2, 2s2, 2p3. നോക്കൂ, 7 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നുള്ളൂ. 2, 4, 4, 3, 7. നോക്കൂ, അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് പി എന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ ആറ്റം എന്താണ്? പി ബ്ലോക്കിൽ വരുന്ന ആറ്റമാണ്. ഇനി നോക്കൂ, പീരീഡ് നോക്കണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഹയസ്റ്റ് സബ്ഷെൽ നമ്പർ നോക്കിയാൽ മതി. 1, 2, 2. ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ട് 2ാമത്തെ പീരീഡ് ആണ്. റൈറ്റ്. ഇനി നോക്കൂ, ഈ ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കണ്ടേ. ഒരു ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കണമെങ്കിൽ ആദ്യം ഈ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്ന ആറ്റമാണ് നോക്കണം. എന്നിട്ട് അതിനുശേഷം മാത്രമാണ് ഏത് ഗ്രൂപ്പിലെ ആറ്റമാണ് നോക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഓരോ ബ്ലോക്കിലും വ്യത്യസ്ത രീതികളാണ്. അപ്പൊ ഈ ആറ്റം പി ബ്ലോക്കിലെ മൂലകമാണ്. അതുകൊണ്ട് എന്താണ്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണേണ്ട രീതി നമ്മൾ ഓർത്തെടുക്കണം. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണുന്നത് അവസാനത്തെ പിയിലെ ഇലക്ട്രോൺസ് എണ്ണത്തോട് 12 കൂട്ടലായിരുന്നു.
അവസാനത്തെ പിയിൽ ഇലക്ട്രോൺസ് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് 3 + 12 എത്രയാണ്? 15 ആണ്. അതുകൊണ്ട് ഈ ആറ്റം 15ാമത്തെ ഗ്രൂപ്പിലെ പി ബ്ലോക്കിലെ 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കൂ, ഇപ്പൊ എസ് ബ്ലോക്കിന് എക്സാമ്പിളായി, പി ബ്ലോക്കിനുമായി. ഇനി നെക്സ്റ്റ് നോക്കൂ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണേണ്ട വിധം പഠിച്ചിട്ടുണ്ടായിരുന്നു. Z is the element with atomic number 24. പീരിയോഡിക് ടേബിളിൽ ഈ എലമെന്റ് കാണാൻ പഠിച്ചവർക്ക് മനസ്സിലാവും. 24 ആറ്റോമിക് നമ്പറുള്ള എലമെന്റ് ഏതാണ്? ക്രോമിയം ആണ്. ഇത് മനസ്സിലാവും. നോക്കൂ, 24 ഇലക്ട്രോൺസ് ഉണ്ടാവും. 1s2, 2s2, 2p6, 3s2, 3p6. ക്രോമിയത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. അവസാനത്തെ ഡിയും എസും ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ 3d5 4s1 എന്നാണ് എഴുതേണ്ടത്. 2, 4, 10, 12, 18, 18, 5, 23, 23 + 1 24. റൈറ്റ്. സബ്സെൽ കോൺഫിഗറേഷൻ എഴുതി, ഒരു മാർക്ക് കിട്ടി. നെക്സ്റ്റ്, ഈ ആറ്റം ഏത് ബ്ലോക്കിൽ വരുന്ന ആറ്റമാണ് മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്സെല്ലിലാണോ ഫില്ലായത് അതാണ് ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺസ് 4s1 അല്ല, മറിച്ചതാണ്. അവസാനത്തെ ഇലക്ട്രോൺസ് 3d5 ആണ്. അത് അവസാനത്തെ ഇലക്ട്രോൺസ് 5 ആണ്. ഇത് ഫില്ലായ സബ്സെല്ല് ഡി ആണ്. അതുകൊണ്ട് ഈ ആറ്റം ഡി ബ്ലോക്ക് ആണ്. തെറ്റിപ്പോകരുത്. അവസാനം എഴുതിയത് 4s1 ആണ്, 1 ആണ്, എസ് ബ്ലോക്ക് ആണ് എഴുതി വെക്കരുത്. അവസാനത്തെ ഇലക്ട്രോൺസ് 5 ആണ്. ഇത് ഫില്ലായത് 3d എന്ന സബ്സെല്ലിലാണ്. അതൊരു ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ക്രോമിയം ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇനി നോക്കൂ, ഡി ബ്ലോക്കിന്റെ ഏത് ആറ്റത്തിന്റെ പീരീഡ് കാണാൻ രീതി കോമൺ ആണ്. എന്ത് നോക്കിയാൽ ഹയസ്റ്റ് സബ്സെൽ നമ്പർ നോക്കിയാൽ മതി. ഇവിടെ 1, 2, 2, 3, 3, 3, 4. ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഹയസ്റ്റ് സബ്സെൽ നമ്പർ 4 ആണ്. അതുകൊണ്ട് എന്താണ് ഈ പീരീഡ് എന്തായിരിക്കും? 4th പീരീഡിൽ എലമെന്റ് ആയിരിക്കും ഈ Z എന്ന എലമെന്റ്. റൈറ്റ്. നെക്സ്റ്റ് നോക്കൂ, ഗ്രൂപ്പ് നമ്പർ ആണ്. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നോക്കണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനത്തെ എസിലെയും ഡിയിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്ത്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അവസാനത്തെ ഡിയിൽ 5, തൊട്ടടുത്തുള്ള എസിൽ 1, 5, 3, 6. അതുകൊണ്ടെന്നായിരിക്കും ഈ Z എന്ന എലമെന്റ് പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്കിലെ 6ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഞങ്ങൾക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. അത് വീണ്ടും ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം.